ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പണം നിങ്ങളാരും അറിയാത്ത അതിന്റെ രഹസ്യം വേണം. നമുക്ക് ആർക്കും അറിയാത്ത പണത്തിന്റെ രഹസ്യം വേണം. എന്തുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും എന്നല്ല, മിക്കവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാൻ എല്ലാം റെഡി ആണെങ്കിൽ പിന്നെ ഒട്ടും മടിക്കണ്ട. നമ്മുടെ ഗുളിക എടുക്കുക, ആദ്യം ചുരുളഴിക്കുക, കഴിക്കുക. അതിന്റെ പേര് ബാക്കിയിൽ പുതിയ ആൾക്കാർക്ക് അറിയില്ലല്ലേ. എന്ന് പറയുന്ന പേരാണ് ഐ ആം റെഡി വിത്ത് ഹാപ്പി, അല്ലെങ്കിൽ ഹാപ്പി ഐ ആം റെഡി എന്ന് പറയുന്ന ഗുളിക നമ്മൾ കഴിച്ചിട്ട് മാത്രം തുടങ്ങുന്നത്. അതാണ് ഇവിടുന്ന് ഈ ഇൻസ്പിറേഷൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യവും കുറച്ച് കഴിഞ്ഞ് നടക്കുന്ന കാര്യവും രണ്ടും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് ആമുഖത്തിൽ തന്നെ പറഞ്ഞു പോകാം. കാരണമുണ്ട് കേട്ടോ. അപ്പോ എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായ വിഷയം എന്താണ്? പറയൂ. എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായി ഇമ്പോർട്ടന്റ് ആയ കാര്യം, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിന്റെ സംഭവത്തിന്റെ പേര് പറയൂ. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ പേര്, സംഭവത്തിന്റെ പേര് പറയൂ. പെട്ടെന്നായിക്കോട്ടെ. യെസ്. പണം പോലെ പണം. മണി കംസ് ഓൺലി വെൻ ദേർ ഇസ് എൻ ഹാപ്പിനെസ്. അപ്പോ ഹാപ്പിനെസ് ഉണ്ടായാൽ പണം ഉണ്ടാവും എന്നും കൂടി മനസ്സിലാക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പണം നിങ്ങളാരും അറിയാത്ത അതിന്റെ രഹസ്യം വേണം. നമുക്ക് ആർക്കും അറിയാത്ത പണത്തിന്റെ രഹസ്യം വേണം. അങ്ങനെ രഹസ്യം ദിനേശ് സാറിന്റെ കയ്യിലുണ്ടാവോ? അതൊരു പോസിബിൾ ആയ കാര്യമില്ലല്ലോ അല്ലേ? ഉണ്ടാവോ? പണം ആരും അറിയാത്ത രഹസ്യമാണ് നിങ്ങൾ തേടി വരുന്നതെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. സ്ഥിരമായി നിങ്ങൾക്ക് കേട്ടുപോകുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇതിന്റെ ഇടയിലുള്ള സയന്റിഫിക് വശം, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ പണത്തിന്റെ രഹസ്യവും നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ. പണത്തിന്റെ മാത്രം എല്ലാത്തിന്റെയും രഹസ്യം കിട്ടും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും. യൂട്യൂബ് തുറന്നാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. പണം ആകർഷിക്കുന്ന ഒരു ഇല, ഈ ഇല നിങ്ങളെ വീട്ടിൽ വെക്കും, പണം ഒഴുകും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എഴുതി വെക്കണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഉണ്ടോ? ഈ ഒരു മന്ത്രം ജപിക്കൂ, നിങ്ങളിലേക്ക് പണം ഒഴുകി വരും. അല്ലെങ്കിൽ ഈ ചരടൊന്ന് നിങ്ങളുടെ കൈകൾ കെട്ടു, നിങ്ങൾ പണക്കാരനായി മാറും. അല്ലെങ്കിൽ കുബേരന്റെ വിഗ്രഹം വീട്ടിൽ കൊണ്ടേക്കൂ, പണം നിങ്ങളിലേക്ക് ഒഴുകും. ഈ മന്ത്രം ഉരുവിടൂ, പണം നിങ്ങളിലേക്ക്. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായി കേട്ടിട്ടുണ്ടോ? ഒന്ന് കേട്ടിട്ടുള്ളവർ പറയും, ടൈപ്പ് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടില്ല, കുറെ കാര്യങ്ങൾ പറയുണ്ടല്ലോ. എന്താണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇല വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് പണം ഒഴുകുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഇല ഉള്ള മരമുള്ള വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ലോജിക്കായി ചിന്തിച്ചു നോക്കും അല്ലേ? സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, അതിലേക്ക് എന്റെ തോട്ടത്തിലേക്ക് 25 30 മരങ്ങളുണ്ട്. ആ ഇലയുടെ മരം, അതാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അത് ഇനി ഈ ചരട് ധരിക്കൂ, നിങ്ങൾക്ക് പണം ഒഴുകും. അപ്പൊ ആ ചരട് വിൽക്കുന്ന കടക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? ഈ മന്ത്രം ജപിക്കൂ, നിങ്ങൾ കോടീശ്വരനാകും. അപ്പൊ ആ മന്ത്രം എഴുതിയതിന്റെ അവസ്ഥ എന്തായിരിക്കും? മന്ത്രം ഒരാൾ എഴുതിയാണല്ലോ. ഇല്ല പുഷ്പ, ദാറ്റ്സ് നോട്ട്, ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. നോക്കൂ, ഇതിൽ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളിലില്ലേ താല്പര്യപ്പെടുന്ന ആൾക്കാർ? ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ, പെട്ടെന്ന് ചാടിപ്പോകുന്ന ആൾക്കാരില്ലേ? വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആകൃഷ്ടരാകുന്നുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ. ഇങ്ങനെ അപ്പോ ഇതിനകത്ത് ഇത് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, എന്താണെന്നൊന്നും പോകുന്നില്ല പറയാം.
ചില ആൾക്കാർ പറയും, നേരത്തെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, സാറേ ഒരാഴ്ച കൊണ്ട് എന്റെ കടം മുഴുവൻ തീർത്താനുള്ള ഒരു മന്ത്രം സാറ് പറഞ്ഞു തരുമോ? സാറ് കുറെ യൂട്യൂബിൽ പറഞ്ഞു കൊടുക്കുന്നല്ലേ, എനിക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഏകദേശം ഫോൺ എടുക്കുന്ന കുറവാണ്. ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഒറ്റ വർത്താനം, സാർ ആ മന്ത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരും. എന്താ ഇത്ര തിരക്ക്? അല്ല സാർ എനിക്ക് കുറച്ച് പണിയുണ്ട്, പണി ഇടയിലാണ് ഞാൻ വിളിക്കുന്നത്, സാർ ഒന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞേക്കാന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ പറയും, ഈ ഒരു സാധനം ഒറ്റ പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് നിങ്ങളെ സ്ഥാപനത്തിൽ വെച്ചാൽ മതി, നിങ്ങളെ സ്ഥാപനം പിന്നെ അടിപൊളിയായി കച്ചവടമായിരിക്കും. അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ, താന്ത്രിക വിദ്യകൾ, മാന്ത്രിക വിദ്യകൾ, അങ്ങനെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവത്തിൽ ആകൃഷ്ടരാവുന്ന ആൾക്കാരുണ്ട്, ആകൃഷ്ടരാവാത്ത ആൾക്കാരുമുണ്ട്. ചിലവർ ഇതിൽ പെട്ടെന്ന് ആകൃഷ്ടരാവും, ചിലവർ, ഇത് ആരുടെയും തെറ്റല്ല കേട്ടോ, ഞാൻ ആരെയും ഇതാക്കി പറയല്ല, ഇത് തെറ്റല്ല. ഇത് എന്താണ് ഈ പ്രതിഭാസം എന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പോയി ചാടാവൂ എന്നറിയണം. ഇതിന്റെ പേരാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം. പെട്ടെന്ന് നമ്മൾ ഏതിലും ഒന്നിൽ ആകൃഷ്ടരായി പോകുന്നു. ഒരു പെൺകുട്ടി വഴി, ഇപ്പൊ പെൺകുട്ടി പറഞ്ഞ ആൺകുട്ടികൾ സംഭവിക്കില്ല, ആൺകുട്ടികൾ പറഞ്ഞ പെൺകുട്ടി, ഒരു പെൺകുട്ടി വഴിയേ നടന്നു പോകുന്നു. പെട്ടെന്ന് നമുക്ക്, ആണുങ്ങളെ പറ്റി ഞാൻ പറയുന്നു കേട്ടോ, പെണ്ണുങ്ങളെ പറ്റി തിരിച്ചു പറയാം. പെട്ടെന്ന് നമുക്ക് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്ന് തോന്നുന്നു. തിരിച്ച് ഒരു ആൺകുട്ടി വഴിയെ നടന്നു പോകുന്നു, പെണ്ണുങ്ങൾ നിങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു കൊള്ളാലോടാ എന്ന് പറയുന്നു. ഇതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് അതിനെപ്പറ്റി യാതൊരു പിടിയില്ല, പക്ഷെ നമ്മൾ അതിലേക്ക് ആകർഷകരാകുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കോൺസെപ്റ്റ്, ആകർഷണം. പിന്നെ നമ്മൾ വിചാരിക്കുന്നു, ഇത് എനിക്കിപ്പോ ഗുണകരമായി മാറും. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സംഭവത്തിൽ നിങ്ങൾ അതിലേക്ക് ആകർഷകരാകുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു ഇത് എനിക്ക് ഗുണകരമായി മാറും എന്ന് നിങ്ങൾ എപ്പോഴാണോ തീരുമാനിക്കുന്നത്, അവിടെ മുതലാണ് നിങ്ങൾ പ്രവർത്തനം തുടങ്ങേണ്ടത്. ഈ സാധനങ്ങൾ ഒന്നും നിങ്ങൾക്കൊന്നും നേടിക്കൊണ്ട് തരുന്നില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. സോറി, ഞാൻ പെൺപക്ഷം ആൺപക്ഷം പറഞ്ഞു, ഞാനൊരു പൊതുവേ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോ ഒരു ചുരിദാർ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത്, മാറ്റി പറയാം. ഞാൻ ആൺകുട്ടിയെ കണ്ടിട്ടല്ല, ഒരു ചുരിദാറിനെ കണ്ടിട്ട് നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഒരു സാരിയെ കണ്ടിട്ട് പറയുന്നത്, എന്താ കുഴപ്പമില്ലല്ലോ, അത് നിങ്ങൾ പറയുമല്ലോ, മാറ്റി പറയില്ലല്ലോ. പുഷ്പ കമന്റ് ചെയ്യാണ്, പെൺകുട്ടികൾ അങ്ങനെ ഒരിക്കലും പറയില്ല സാർ, 99% ആൺകുട്ടികളും അങ്ങനെ പറയും. ആക്കെ സമ്മതിച്ചു, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു മൈനയുടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ ഇലകളാണോ ഈ മന്ത്രമാണോ നിങ്ങളെ അത് നേടിത്തരുന്നത്, അല്ല നിങ്ങളുടെ മനസ്സിൽ വിടുന്ന ഒരു വിശ്വാസമാണോ? കമന്റ് ചെയ്യും. ഏതാണ് നിങ്ങൾക്ക് അവിടെ ഗുണകരമായി മാറി? അത് എല്ലാവരും കമന്റ് ചെയ്തേ പറ്റും, എന്നാൽ മാത്രമേ ബാക്കി കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിന്റെ പ്രകമ്പനങ്ങൾ, അല്ലെ മനസ്സിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങളാണ്, അങ്ങനെ പറഞ്ഞാൽ അറിയാലോ, മനസ്സിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻസുകളാണ് നമ്മളിലേക്ക് എന്ത് സംഭവത്തെ ആകർഷിക്കുന്നത്. ഒന്നുകൂടി ഇതായി പറയാം, ന്യൂറോ സയന്റിഫിക്കൽ എഫക്ട്. നിങ്ങൾക്കറിയാലോ, എല്ലാത്തിന്റെയും ബേസ് ബ്രെയിൻ ആണെന്ന് അറിയാം. ബ്രെയിൻ ആണെന്നാണ് വിശ്വാസം, അല്ലെ? എല്ലാം ബ്രെയിനിലൂടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ്. നമ്മുടെ വിശ്വാസം എവിടെയാ കിടക്കണേ? ബ്രെയിനിലാണ്. ഇനി നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ടില്ല, അവിടെയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഫോർ യു. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ആ സാധനത്തിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾക്കത് വർക്കാവും. അല്ലാതെ ആ സാധനത്തിൽ അതുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ രാവിലെ പഠിപ്പിക്കുന്നുണ്ട്, കുറെ 3-4 ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. റിങ് ഇടാൻ പറഞ്ഞു, റിങ് ഇട്ട് എത്ര പേർക്ക് റിസൾട്ട് കിട്ടി, അല്ലെ? കിട്ടിയല്ലോ, ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. തലയണ ഉപയോഗിക്കാൻ പറഞ്ഞു, കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ എൻവലപ്പ് വെക്കാൻ പറഞ്ഞു, എൻവലപ്പ് വെച്ച നാളേക്ക് അതിൽ കാശ് വരുന്നവരുണ്ട്, കാശ് വരാത്തവരുണ്ട്. സ്വാഭാവികം. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? എന്താണ് ആക്ച്വലി സംഭവം? ഇത് നിങ്ങൾ അറിയാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ റിസൾട്ടിലേക്ക് എത്തില്ല എന്നറിയാം. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കാൻ പൊക്കോളൂ,
ലോ ഓഫ് അട്രാക്ഷനോ മറ്റു എന്ത് മിറാക്കിള് പഠിക്കാൻ പോയിക്കോളൂ, മനസ്സിനെ പറ്റി പഠിക്കാതിരുന്നാൽ, മനസ്സിനെ പാകപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാതിരുന്നാൽ, മനസ്സിലെ മാലിന്യങ്ങൾ എന്താണ്, അത് എങ്ങനെ നീക്കണം എന്ന് നിങ്ങൾ അറിയാതിരുന്നാൽ, നിങ്ങൾ കൃത്യമായി ഊർജ്ജചാലകമായി മാറാതിരുന്നാൽ ഇതൊന്നും നിങ്ങളിൽ വർക്ക് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് സംഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിലും അതിന് തത്തുല്യമായ വൈബ്രേഷൻസുകൾ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ശരീരമായാലോ അന്നമയ കോശമായ മനോമയ കോശമായാലും ഏത് കോശമായാലും ഇതിൽ നിന്നുണ്ടാകുന്ന എനർജി അതിനെ ആകർഷിക്കുന്ന കപ്പാസിറ്റി ഉള്ളതാക്കണം. ഒരു മുട്ടസൂചി എടുക്കണമെങ്കിൽ അതിന് അത്രയും പവറുള്ള കാന്തം നമ്മുടെ കൈ, അല്ലെങ്കിൽ കാന്തത്തിന് മാത്രമേ മുട്ടസൂചി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുട്ടസൂചി 10 മീറ്റർ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആ 10 മീറ്ററിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതായിരിക്കണം ഈ കാന്തം. അടുത്താണെങ്കിൽ അതിന് കുറച്ചും കൂടി പവർ കുറച്ചു മതി. ഇനി 10 മീറ്ററിന് അപ്പുറത്താണെങ്കിൽ അത് പിന്നെയും കൂടുതൽ പവർ വേണം. അപ്പോൾ നിങ്ങൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം എത്രത്തോളം പവർ ഉണ്ട്, അതിനെ വലിക്കാനുള്ള പവർ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ സാധനം ഇവിടെ വരുള്ളൂ, അല്ലാതെ വരില്ല, വരുത്താൻ പറ്റില്ല. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നത്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ പറയുന്നത്, നിങ്ങൾ അതായി തീരണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എന്നുവെച്ചാൽ എന്താണ് അതായി തീരുക എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോ 10,000 രൂപ വേണം എന്ന് കരുതിക്കോ. എന്റെ നിലവിലുള്ള ഊർജ്ജസ്ഥിതിയിൽ ഞാൻ എപ്പോഴും അയ്യോ ഇല്ലേ, കീറിയ ഒരു പേഴ്സും എടുത്തിട്ട് എനിക്കൊന്നുമില്ലേ, എന്റെ കയ്യിലൊന്നുമില്ലേ, വല്ലതും തരണേ താഴേത് എന്നും പറഞ്ഞ് നടക്കുന്ന നമുക്ക് 10,000 രൂപയ്ക്ക് വരാൻ പറ്റുമോടേക്ക്? ആ ഊർജം നമ്മളിൽ ഇല്ല. അപ്പോൾ ഇത്തരം ടെക്നിക്കുകളിലൂടെ നമ്മുടെ ഊർജം ഒന്ന് കയറും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ഇത് കണ്ടിട്ട് എൻ്റെ നടക്കട്ടോ. വാച്ച് കെട്ടിയവന് ടൈമിനെ പേടിക്കില്ല എന്നറിയില്ലേ? വാച്ച് കെട്ടിയവൻ എവിടെയും ടൈമിനെ പറ്റി ബോധർ ചെയ്യാറുണ്ടോ? ഒരു വാച്ച് നമ്മൾ കെട്ടുന്നത് എന്തിനാണ്? നമ്മൾ എവിടെയും ലേറ്റ് ആവാതിരിക്കാനാണ്. എന്ന് വെച്ചാൽ അവൻ സദാസമയത്ത് വാച്ച് നോക്കിക്കൊണ്ടിരുന്നു, ഞാൻ ലേറ്റ് ആയോ എന്ന് നോക്കിയിട്ടാണോ നിൽക്കുന്നത്? അല്ലല്ലോ. അവൻ കൃത്യമായി പോകും, കൃത്യസമയത്തെത്തും. കാരണം കോൺഫിഡൻസ് കിടക്കുന്ന ഈ വാച്ചിലാണ്. വാച്ച് ഇല്ലാത്തവനോ അടുത്ത വഴി കിടക്കുന്നവനോടൊക്കെ ചോദിക്കും, സാറേ ആ സമയത്രായി, സമയത്രായി. ഇല്ല, ഇത് യാഥാർത്ഥ്യ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലേ? ഇതേപോലെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇതൊക്കെ, പക്ഷെ ഇതൊന്നും അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകരുത്. അതിലൊക്കെ പോയി കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട ഒരു വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞു തരുമ്പോൾ ഇത്രയും ചെറിയ ഫീസിനൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ മതി. നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടത്? നിങ്ങൾക്കൊരു പിടിവള്ളിയാ വേണ്ടത്. ഒരു പിടിവള്ളിയാ വേണ്ട, പിടിവള്ളിയിൽ പിടിച്ചും കയറിക്കൊള്ളണം. അതല്ലാതെ ഇതിനകത്ത് നമുക്കൊരു കാര്യം, ഇവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ, എല്ലാവരും എന്നല്ല, മിക്കവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നൊന്ന് ചോദ്യം നിങ്ങൾക്കുണ്ടോ? അല്ലെ എന്തുകൊണ്ട് ഞാനൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് ചോദ്യമുണ്ടോ? ആ ചോദ്യം ഉള്ളവർ പറഞ്ഞു ഐ എന്ന് പറഞ്ഞ്. തോന്നിയവർ, നിങ്ങൾക്ക് സ്വയം ജീവിതത്തിൽ പരാജയപ്പെട്ടു തോന്നിയവർ മാത്രം ഒന്ന് ഐ പറഞ്ഞ് ഞാൻ അതിന് കൃത്യമായി പറഞ്ഞുതരാം മറുപടി എന്താണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും പറയണത് ഉള്ളവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം മടിയാണ്, ആണോ ഞാൻ പരാജയമാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള മടിയായിരിക്കും അല്ലെ? അല്ലെങ്കിൽ അല്ല, നിങ്ങൾ വിന്നറാന്ന് പറഞ്ഞാൽ മതി. ഡബ്ല്യു അടിച്ചു, വിന്നർ ആണെങ്കിൽ ഡബ്ല്യു എന്ന് എഴുതുക. നോക്കൂ, ഓക്കെ മതി. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾ എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മൾ എന്ന് പറയുന്നില്ല, നിങ്ങൾ എന്ന് പറയുന്നില്ല. നമുക്ക് രണ്ടും വേണ്ട, മാറ്റി വെക്കാം. അതിപ്പോ പറയുമ്പോ ഒരു കണക്ടിവിറ്റിയാണ്. ആരോ ഒരാൾ പരാജയപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നുന്നത് എപ്പോഴാണ് അറിയോ? ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ? അയാൾക്ക് മറ്റെന്തോ ആവണമെന്ന് ആഗ്രഹം ഉദിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ അയാൾ പരാജയപ്പെട്ടിട്ടില്ല അല്ലേ? ഇപ്പോൾ ഞാൻ ഉള്ളത് ഇതല്ല, ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ ആവേണ്ടത്, എനിക്ക് മറ്റെന്തോ ആണ് ആവേണ്ടത് എന്നുള്ള ബോധം എപ്പോഴാണോ അവനിൽ വന്നത്, അപ്പോൾ മാത്രമേ അവൻ പറയുള്ളൂ ഞാൻ പരാജയപ്പെട്ടവൻ. അല്ലെങ്കിൽ പറയില്ലല്ലോ. റൈറ്റ്? അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയായിരുന്നു? നമുക്ക് എന്താണോ ആവേണ്ടത് അവിടെയല്ലേ? നമ്മൾ ആദ്യം തന്നെ അതാണ് ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ ചോദ്യം ഉണ്ടാവുമായിരുന്നോ? അപ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള പ്രധാനമായ കാരണം, നമ്മൾ എന്താവണമെന്ന് നമ്മൾ ചിന്തിച്ചില്ല, നമുക്ക് എന്തായി തീരണമെന്ന് നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ല, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തില്ല. ഇതല്ലേ ഇതിന്റെ അർത്ഥം? രണ്ട് കണക്ട് അല്ലേ? ഒന്നുകൂടി പറയണേ, ക്ലിയർ ആയില്ലേ?
നമ്മൾ ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന് തോന്നാൻ കാരണം നമുക്ക് ഇതല്ല വേണ്ടത്, മറ്റെന്തോ ആണെന്ന് നമുക്ക് ഇപ്പോൾ തോന്നിയത് കൊണ്ടാണ്. എങ്കിൽ അന്ന് മുമ്പേ തന്നെ നമ്മൾ എന്തായിരിക്കണം എന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തോന്നൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? അന്ന് നമ്മൾ ഒന്നിനെ പറ്റിയും ചിന്തിച്ചില്ല, ഇന്ന് എന്തിനോ പറ്റി ചിന്തിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയല്ലേ? അന്ന് നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിച്ചില്ല, ഇന്ന് നമ്മൾ എന്തിനോ പറ്റി ചിന്തിക്കുന്നു. രണ്ടിന്റെ റിസൾട്ട് എന്താ? രണ്ടും ഒന്നുമില്ലായ്മ തന്നെയല്ലേ സംഭവിക്കുക. ഒന്നും ചിന്തിക്കാതിരിക്കുന്നതോ എന്തിനെയോ ചിന്തിക്കുന്നതോ രണ്ടിന്റെ റിസൾട്ട് ഒന്നുമില്ലായ്മ തന്നെയാണ്. അപ്പോൾ നമ്മൾ വേണ്ടതിനെ പറ്റി മാത്രം ചിന്തിച്ചിരുന്നെങ്കിലോ, എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുമായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ അത് തന്നെ ആയി തീരുമായിരുന്നല്ലോ. അപ്പോൾ ഈ വിഷയം പിന്നെ അവിടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയല്ലേ പാകപ്പെടുത്തിയെടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ആക്കിയത് നമ്മൾ തന്നെയാണ്. യാതൊരു തർക്കവും അല്ലെ? അവിടെയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ്, ഏത് വിശ്വാസത്തെ നിങ്ങൾ കൂട്ടിപ്പിടിച്ചായാലും എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ ആദ്യം ഒരു ചോദ്യത്തിന് ഉത്തരം കാണണം. ആ ചോദ്യം എഴുതിക്കോളൂ. നിങ്ങൾ. ഞാൻ ആരായിരിക്കണം? ഞാൻ ആരായിരിക്കണം? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തണം. ഞാൻ ആരായിരിക്കണമെന്ന് സുനീഷിനോ അല്ലെങ്കിൽ ദിനേശ് സാർ ആരായിരിക്കണമെന്ന് മറ്റൊരാൾക്കോ പറയാൻ പറ്റില്ല. ഞാൻ ആരായിരിക്കണമെന്ന് എനിക്കേ പറയാൻ പറ്റുള്ളൂ. അത് പറ്റണം. ഞാൻ ആരായിരിക്കണം? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് എന്താണ് വേണ്ടത്? മൂന്നാമത്തെ ചോദ്യം, ഇതെപ്പോഴെനിക്ക് വേണം? കഴിഞ്ഞു നമ്മുടെ ജീവിതം. ഇതോടുകൂടി സെറ്റായി. വേറൊന്നുമില്ല. ഈ 3 ചോദ്യത്തിന് ഇത്രയും ലളിതമാണ്. ഈ 3 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റൂലേ? പിന്നെ നമുക്കിത് 3 സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മന്ത്രോ ഒരു ഇലയോ ഒരു ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതിയ പോരെ? വർക്കാവൂലേ? എനിക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എഴുതി നോക്കൂ. കിട്ടുവോ? നിങ്ങൾക്ക് പറ്റുമോ? എന്താ വേണ്ടതെന്ന്? അവിടെയാണ് ഇരുത്തല്ലേ? അവിടെ മാത്രമാണ് വിഷയം കിടക്കുന്നത്. എനിക്ക് എന്ത് വേണം? ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ട്, ദൈവം വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഗീതേ ഭക്തേ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കണു, പറയൂ ഭക്തേ, എന്താണ് വേണ്ടത്? അയ്യോ സാറേ, എനിക്ക് എവിടെയൊക്കെയോ കുറച്ച് കടമുണ്ട്, അത് കൊടുത്തു തരണം. എന്നാ പറയൂ, എത്രയാ കട? കാൽക്കുലേറ്റർ ഇല്ല, ഫോൺ വേറെ പുറത്താണുള്ളത്, കണക്കൂട്ടി എടുക്കാനല്ല, എവിടെയാണ് എത്രയാണെന്ന് ഒരു പിടിയില്ല. എത്രയോ എവിടെയുണ്ട്, കടമുണ്ടെന്നറിയാം. നടക്കുമോ? അത്രയും സമയം കിട്ടുമോ? വാട്ട് വി നീഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല നമുക്ക് വേണ്ടത്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. അതായത് ചിന്തയോടുകൂടി ലഭിക്കേണ്ടതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്.